ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് എന്താ വ്ളോഗ്? ഇന്ന് നമ്മൾ ഈ റൂം ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് വീണ്ടും ഷിഫ്റ്റ് ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് എടുത്തിട്ടില്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോ നമ്മളെ മൊത്തത്തിൽ എത്രാമത്തെ മൂന്നാമത്തെ വീട്. ഇത് നമ്മളെ മൂന്നാമത്തെ വീടാണ് കേട്ടോ. ഇനി മാറാൻ പോകുന്ന നാലാമത്തെയാ. എറണാകുളത്തത് കൂട്ടി കൂടുമ്പം ഇത് നാലാമത്തെ വീടാണ് ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മളെ ഷിഫ്റ്റിംഗ് ഡേ. അപ്പം നമ്മൾ മൊത്തം പാക്കിംഗ് സാധനങ്ങളൊക്കെ പരിപാടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഉറങ്ങി എണീച്ച പാട് നമ്മൾ ഓൾറെഡി കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളത് പിന്നെയും സെറ്റാക്കി ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ എണീച്ചേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. വലിയ ടെൻഷൻ ഇല്ല ഇപ്രാവശ്യം. എന്താ വെച്ചാല് അടുത്ത് തന്നെയാണ് നമ്മള്. കഴിഞ്ഞ പ്രാവശ്യം നല്ല ലോങ് ആയിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിന്ന വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി എന്തെങ്കിലും സാധനം മറന്നുപോയോ നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെങ്ങനെയല്ല കേട്ടാ, ഇത് തൊട്ടപ്പുറം തന്നെയാണ്. 200 മീറ്റർ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ വന്ന് എടുത്തിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ടെൻഷൻ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും നമ്മളെയാണ്. ഏറ്റവും വലിയ കോമഡി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല. വീട്ടിൽ ഷെൽഫ് മാത്രമേ ഇവരതുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളെയാ. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്യണം. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു എനിക്കറിയാൻ പാടില്ല. ഈ സോഫയും ഈ ഫ്രിഡ്ജെല്ലാം അല്ലേ. കഴിഞ്ഞ റൂമിൽ നിന്ന് നമ്മൾ വരുമ്പോ ഇതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങിയത്. അതുകൊണ്ട് ഗൈസ് ഇപ്രാവശ്യം നമ്മൾ പെറ്റിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആട്ടാ. ഇന്നുകൊണ്ട് ഈ പോർട്ടറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ലേബേഴ്സിനെ കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് മിക്കവാറും നമ്മളായിരിക്കും ലേബർ ചുമട്ട് തൊഴിലാളി. ചുമട്ട് തൊഴിലാളികളാവാൻ പോവാണ് ഗൈസ്. 2 ചുമട്ട് തൊഴിലാളികളെ പുറത്തുനിന്ന് ഇറക്കാണ്ട് കുറച്ച് കേട്ടോ. ഒരു എണീറ്റിട്ടുണ്ടാവില്ല. അതന്നെ ആരും എണീച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചല്ലേ? അതെ, 6:45 എണീറ്റു. സാധാരണ നമ്മൾ ഈ സമയത്ത് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ 6:45 ആയപ്പോ എണീച്ചു. അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുമെന്ന്. നമ്മളൊരു ഫസ്റ്റ് സെറ്റ് പാക്കിങ് ഞങ്ങൾ ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ടായി. അപ്പോ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇന്നിപ്പം കൊണ്ടുപോവാണ് ഗൈസ്. അപ്പോ നമുക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ഇതിൽ പൊട്ടുന്ന പാത്രങ്ങൾ ഇത് പ്രത്യേകം വെച്ചില്ലെങ്കിൽ ഷിഫ്റ്റിംഗ് എല്ലാം കഴിയുമ്പോഴേക്കും പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അടുത്തന്നെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം നമ്മള് വണ്ടി ഉണ്ടല്ലോ, അപ്പൊ വണ്ടിയിൽ ഫസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാന്ന്. എന്നിട്ട് ലാസ്റ്റ് വലിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ നമ്മൾ വണ്ടി പോർട്ടർ വിളിക്കുന്നുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് പോകണം, റെഡി ആവണം. ഓക്കെ ബാ, നമുക്ക് റെഡി ആവാം. ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടോ? ഇല്ല ഗൈസ്. ഒന്നെങ്കിൽ ഒന്ന് എടുത്തിട്ടിട്ട് പോകുന്നു. ഇന്ന് മൊത്തം പണിയാന്ന്. ഇന്ന് ഫുൾ പണിയാന്ന്. കാണുമ്പോ എനിക്ക് അതിന് മാത്രമൊന്നുമില്ല, പക്ഷെ ഉണ്ട്. ആടെ പോയിട്ട് ഇത് അടുക്കി പെറുക്കി വെക്കല് 2ാമത്തെ പണിയാന്ന്. അതായത് ഫസ്റ്റ് സെറ്റാക്കാം. വീടിന്റെ കോളിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇതെല്ലാം ഞങ്ങൾക്ക് ഊരണം ഗൈസ്. ഇതെങ്ങനെ ഊരുന്നറിയില്ല. അതന്നെ എന്താന്നറിയോ, ഇത് ഇത് മീഷോന്നറ്റം വാങ്ങിയ ഒരു സ്റ്റിക്കറാണേ. ഭയങ്കര വശ. ഇത് എന്തെല്ലോ സാധനം വെച്ച് ആദ്യം ഒട്ടിച്ച. ഒന്ന് പ്രഷർ ചെയ്ത് നോക്ക്. ഏതെങ്കിലും ഒന്ന് കുറച്ച് കാര്യമായിട്ട്. യൂട്യൂബിൽ അടിച്ച് നോക്കേണ്ടി വരും. കൊണ്ടുപോകാൻ പറ്റൂലേ ഭണ്ഡാരം? അയ്യോ സ്ഥലങ്ങളൊന്നുമില്ലല്ലോ. നോക്കാം. കൊറേ പരിപാടി ഉണ്ട്. ആ ബൾബൊന്നും വരാൻ മറക്കരുത്. നമ്മളെ ബൾബാ. ബൾബ് ഉണ്ട്. ബൾബ് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്താട്ടാ ചെയ്തത്? കത്തി അതിസാഹസികമായി സിജോ തോമസ് പെയിന്റ് പറിച്ചെടുക്കുവാന്നല്ലോ. ഹൗസ് ഓണർ കണ്ടായി. എന്തായാലും നമ്മളെ വീഡിയോ ഹൗസ് ഓണർ കാണൂല. സീനില്ല. അത് അത്രയും പശയാട്ടാ അതിന്. അതാണ് ട്രാൻസ്പെറന്റ് സ്റ്റിക്കറാ. പക്ഷെ ഇത് അടിപൊളി സാധന. ഒട്ടിച്ച ഒട്ടിയ പോലെ ഇരിക്കും. നമ്മളെ ഫോട്ടോ വളരെ കുറവാണല്ലോ. ആണോ? ഒരു ലിഫ്റ്റ് നിറച്ചു നമ്മളെ ഇത് ഫസ്റ്റത്തേതായിട്ട് ഇതെല്ലാം കാണാൻ സ്റ്റാൻഡേർഡ്. അടുത്തതായിട്ട് ഇത് ചാക്കിന്റെ വരവാണ്. പാത്രങ്ങളെല്ലാം ചാക്കിൽ. അതിന് കൊണ്ടുവരണം. ഈ പെട്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം അടുത്ത സാധനങ്ങൾ നിറച്ചു കൊണ്ടുപോകാൻ. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മളെ പുതിയ ഇതിന്റെ താഴെ എത്തിയേട്ടാ. പുതിയ വീടിന്റെ താഴെ എത്തി. ബാലൻസ് അല്ല, പക്ഷെ വെയിറ്റ്. നടന്നോ?
കീ കിട്ടിയോ? കിട്ടി. കിട്ടിട്ടോ, ചെറിയ ഏരിയ. അത് ശരിയായിട്ട് തുറന്നോ? നമ്മളിപ്പോൾ അട എന്ന് പറയുന്നൊരു കഫേയിൽ വന്നതാണ്. ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല. ഇവിടെ അടുത്തുള്ള നല്ലൊരു ചെറിയൊരു അടിപൊളിയായിട്ട് നോർമൽ ഒരു കഫേ, പക്ഷെ അടിപൊളിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് കാണാൻ മൊത്തം രസമുണ്ട്. പണിക്കാർ ചായ കുടിക്കാൻ വന്ന പോലെ ഇവിടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഫുള്ള് ലക്ഷറി ആൾക്കാർ. നമ്മള് രണ്ട് ലോക്കല്. നമ്മള് മാത്രം. ഞാൻ വല്ല ലോക്കൽ കടയിൽ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പണ്ട് ഇവിടെ അടാ പറയും. അല്ല, ഞാൻ എന്താ അറിയോ, ഇതുവരെ നമ്മള് വന്നിക്കല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ വരണം ഇവിടെ. സാരമില്ല രമണ, ചായ കുടി. അപ്പത്തില് കുറച്ച് ചോറ് കൂടി പോയ പോലെ ഒട്ടുന്നു. വണ്ടി കണ്ടോ? ഞങ്ങള് ചായ കുടിച്ച് ഫുഡ് മാത്രമേ നടക്കുള്ളൂ. മൂവിങ്ങും പാക്കിംഗ് പറഞ്ഞിട്ട് രാവിലത്തെ. പക്ഷെ അപ്പ കഴിച്ചത് അപ്പ 2 മണിക്കൂർ കഴിയുമ്പോ ദഹിക്കും. അതെയല്ലേ, അത് കഴിച്ചിട്ടൊരു വയറ് നിറഞ്ഞൊരു ഫീൽ ഇല്ല. മുട്ട നേരെ ഫീൽ മാത്രം. കുഴപ്പമില്ല, ഡീസന്റ് സ്ഥലമായിരുന്നു. ഭയങ്കര അൾട്രാ ലക്ഷറി ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടിന്റെ ഒരു ഏരിയന്റെ ഉള്ളിലുള്ള ഒരു കഫേയാണത്. അത് മെയിൻ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മള് പുറത്തുനിന്ന് ഇടയ്ക്ക് വലിഞ്ഞേറി ചെന്ന് കഴിക്കുന്നത്. നമ്മളൊന്നും മര്യാദക്ക് ഡ്രസ് ചെയ്യാണ്ടൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വിലയും കിട്ടൂല. എനിക്ക് എന്താ സീൻ ഓർമ്മ വന്നത് അറിയോ? നമ്മള് പിന്നെ നാട്ടിലൊക്കെ വീട് പണിക്കൊക്കെ പോയിട്ട് 10 മണിക്ക് ചായ കുടിക്കാൻ പോയി. അതേപോലെ ഞങ്ങളെ കാണാൻ. പക്ഷെ വലിയ പൈസ ഒന്നുമില്ല. നോർമൽ പൈസ 202 രൂപയായിട്ടുള്ളൂ. 2 ചായ, 2 എഗ് റോസ്റ്റ്, 2 അപ്പം. 202 അല്ലേ? 2 അപ്പം മീൻസ് 4 അപ്പം മൊത്തം. ലൈവ് ആണ്, പക്ഷെ നല്ല ചൂടോടെ തരുള്ളൂ. ലൈവും ആണ്. പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ. അയ്യോ, ഞാനത് വീഡിയോ എടുത്തില്ല. ഒരുപാട് ഗസ്റ്റ് അതാണ് നമുക്ക്. അതും നോർമൽ സാധാ ആൾക്കാർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓരിക്ക് എന്തെങ്കിലും പ്രൈവസി സീൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ ഓരെ കാണുമ്പോഴേ അറിയാം. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല ഗൈസ്. അടുത്ത പ്രാവശ്യം ഞങ്ങളൊരു ലക്ഷറി പോക്കുണ്ട്, അപ്പൊ കാണിച്ചില്ല. നമ്മള് പക്ഷെ എന്താ പറയാ, നമ്മളെല്ലാം പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ എത്ര റെഡി ആയാലും ആ ലക്ഷറി ഫീല് വരില്ല. അത് എനിക്ക് വരും. പിന്നെ ഏട്ടനെ വെച്ച സാധനല്ലേ കണ്ണട എടുത്തിടല്. കണ്ണട ഇട്ടാൽ ഏട്ടൻ ലക്ഷറി ആയിരിക്കും. പിന്നെ അതൊക്കെ നമ്മളെ തോന്നലല്ലേ. അടുത്തത് ഇനിയുണ്ട്, കൊറേ സാധനങ്ങളുണ്ടല്ലോ. ഇനി പോകുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ പാത്രങ്ങൾ ഉണ്ടാക്കും. ഓൾറെഡി കുറച്ചെണ്ണം ചാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവച്ചിട്ട് പിന്നെ തുണികളും ഉണ്ട്, ഡ്രസ്സുകളും ഉണ്ട്. നമുക്ക് ഈ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സാധനങ്ങളുണ്ടല്ലോ, അതായത് ഈ ബോക്സോ പെട്ടികളെല്ലാം കുറവാ. ബോക്സ് ഇല്ല, പെട്ടികളും പിന്നെ നമ്മളെ ബാഗുകളും. പിന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് 2 പാത്രങ്ങളൊക്കെ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് 2 ചാക്ക് വാങ്ങി. അപ്പോ അതുകൊണ്ട് ആ പെട്ടി നമ്മൾ പൊയിച്ചിട്ട് കൊണ്ടുവന്നു. ആടെ കൊണ്ടുപോയിട്ട് എല്ലാം ആടെ അതിലുള്ള സാധനങ്ങളൊക്കെ ആടെ വെച്ചിട്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളതും അതേപോലെ അതിൽ തന്നെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ റീസൈക്ലിംഗ് പോലെ ഇങ്ങനെ അതാണ് പരിപാടി. പിന്നെ അടുത്തായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട്. നമുക്ക് പോയി വരാൻ പണിയൊന്നുമില്ലല്ലോ, പുറത്തന്നെയായോണ്ട് സീനൊന്നുമില്ല. പിന്നെ നമ്മൾ എന്താ മാറി. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, എന്റെ അമ്മേനോട് പറഞ്ഞപ്പോ ഞാൻ അമ്മേനോട് അന്ന് നമ്മള് മാറാനായി എന്ന് പറഞ്ഞപ്പോ ഇത് നിങ്ങൾ പൂച്ച വെച്ചിട്ട് പൂച്ചയെല്ലാം പ്രസവിച്ച എങ്ങനെയാ കുട്ടീനെയും കൊണ്ട് 7 സ്ഥലമെങ്കിലും മാറും അറിയില്ലേ? അതുപോലെയാണ് നമ്മളെ കാര്യം കേസ്. പക്ഷെ നമ്മളെ പറഞ്ഞു തരില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ എഗ്രിമെന്റ് തീർന്നു. പിന്നത്തെ കാര്യം നമുക്ക് നിൽക്കാം. എഗ്രിമെന്റ് തീർന്നാലും നമുക്ക് പറഞ്ഞാൽ നിൽക്കാം, നമ്മളോട് നിന്നോന്ന് പറഞ്ഞേ. പക്ഷെ ഒരു പെട്ടെന്ന് റെന്റ് വല്ലാണ്ട് അങ്ങ് കൂട്ടി. ഒറ്റയടിക്ക് 4000 5000 ഒറ്റയടിക്ക് കൂട്ടിയപ്പം നമുക്കത് ഭയങ്കര. പിന്നെ 1 BHK ആണ്, ഒരു റൂം അത്രയല്ലേ ഉള്ളൂ. അപ്പം അതിന് നമുക്ക് ആ പൈസ ഭയങ്കര കൂടുതലായിട്ട് തോന്നിയോണ്ട് ആ ഒരു പൈസയിൽ തന്നെ നമുക്ക് 2 BHK അപ്പുറത്ത് കിട്ടിയപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. സെയിം റെന്റിന് കുറവില് നമുക്ക് 2 BHK അപ്പുറത്ത് കിട്ടിയപ്പോ നമ്മൾ വിചാരിച്ചു ദെൻ ഭായ് എന്തുകൊണ്ട് നമുക്കത് എടുത്തുകൂടാ? 2 BHK അല്ലേ, അത്രയും സ്പേസ് കിട്ടുമല്ലോ, അത്രയും ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ അത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനിയിപ്പം സെറ്റ് ആണല്ലോ. അപ്പം
അങ്ങനെയാണ് അതാണ് സംഭവം. അല്ലാണ്ട് നമ്മളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതോ അല്ലെങ്കിൽ നമ്മളവിടെ കൂടെ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി റൂം മാറുന്നൊന്നല്ല. ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ മാറുന്നു അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ മിസ് ചെയ്യും. പക്ഷെ ഇതിനപ്പുറം തന്നെയാണ് ഗൈസ്. എന്നാലും നമ്മൾ റൂം മിസ് ചെയ്യും അല്ലേ? അത് എപ്പോഴും നമ്മൾ ഒരു വർഷം പക്ഷെ എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം പോയത്. സോ ഫാസ്റ്റ്. സെക്കൻഡ് ട്രിപ്പ്. ഹായ് ഗൈസ്, സ്നേഹ വന്നു. നേഹയാണ് നമ്മൾ ഇന്നത്തെ അടിമക്കണ്ണ്. നേഹയാണ് മൊത്തം ഷിഫ്റ്റിങ് നമ്മൾ നേഹേനെ ആട്ടോ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അറിയില്ല ഗൈസ്, ഇവള് നമ്മളെ കസിനാണ്, കസിൻ സിസ്റ്റർ. അതെ ഗൈസ്, ഞങ്ങളുടെ കുറച്ച് പാക്കിങ്ങും പരിപാടികളെല്ലാം കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ വന്നു. നോക്കൂ, തലശ്ശേരിയിൽ തിരക്ക് നോക്കൂ ഗൈസ്. ബിരിയാണി, ഇത് ഹാഫ് ബിരിയാണി, ഇത് ഫുൾ ബിരിയാണി. ഞാൻ മീൽസാണ് ഗൈസ് ഓർഡർ ചെയ്തത്. പക്ഷെ മീൽസ് തീർന്നു. 2:30 സമയം. നമ്മൾ 7-8 മണിയായപ്പോൾ തുടങ്ങിയതാട്ടോ ഇത്. പക്ഷെ സമയം ഇപ്പോൾ 2 മണി. ഞാൻ അതുകൊണ്ട് എനിക്ക് ബിരിയാണി കഴിക്കാൻ വലിയ മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ ഹാഫ് ബിരിയാണിയെ വാങ്ങിയിട്ടുള്ളത്. ഇവർ രണ്ടാളും ഫുൾ ബിരിയാണി. നല്ല തട്ടാ രണ്ടാളും. ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. ഇപ്പം സമയം 6 മണിയാവാൻ 5:45. നമ്മൾ ഏകദേശം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. സിജോട്ടനും നമ്മളെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അവരെല്ലാം കൂടി വലിയ സാധനങ്ങൾ, ഈ സോഫ, ബെഡ്, ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഞാനിവിടെ ചെറിയ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കാര്യമായി. ഇനി കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിലിങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഗൈസ്. നല്ലോണം സമയമായി. നമ്മൾ രാവിലെ 7-8 മണിയായപ്പോഴേ തുടങ്ങിയതാണ്. ഇപ്പം നിങ്ങൾക്ക് എക്കോ അടിക്കുന്നുണ്ടാവും. സാധനങ്ങളെല്ലാം പോയപ്പോൾ സംസാരിക്കുമ്പോൾ എക്കോ അടിക്കുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും നമ്മൾ മറ്റേ വീട്ടിൽ ശരിക്കും കയറി അവിടുത്തെ ഒരു പണിയും കഴിഞ്ഞില്ല. ടൈം നെക്സ്റ്റ് ഉള്ളത് ആടുത്തെ പണികൾ, ആരും അടുക്കി പെറുക്കി വെക്കണം. എന്തായാലും അത് ഇന്ന് ചെയ്യില്ല. എന്തായാലും ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇന്ന് കിടന്നുറങ്ങുന്നേ ഉള്ളൂ. നാളെ മുതലാണ് അടുക്കി പെറുക്കൽ അങ്ങനത്തെ പരിപാടികളെല്ലാം തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ വീട് കാലിയായി ഗൈസ്. കണ്ടോ, ഒരു സാധനമില്ല. എല്ലാം നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം ഷിഫ്റ്റ് ചെയ്തു, എല്ലാം കാലിയായി. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ടായി ഗൈസ്. നമ്മൾ ടയേർഡായി. നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ടയേർഡായി. ഇനി വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു സ്ഥലം കിട്ടി ഇങ്ങനെ കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ അടുത്ത പരിപാടി. അപ്പോൾ നെക്സ്റ്റ് ഹോം ടൂർ കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ കാണിക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം